പതിനായിരക്കണക്കിന് ശവശരീരങ്ങൾ, കൂടുതലും തലയിലോ കണ്ണിലോ വെടിവെച്ച് കൊലപ്പെടുത്തിയതോ കത്തിച്ചതോ ആയവ. എല്ലാ ആഴ്ചയിലും 2-3 തവണ ട്രെയിലർ ട്രക്കുകളിൽ ദമാസ്കസിന് ചുറ്റുമുള്ള സൈനിക ആശുപത്രികളിൽ നിന്നും ഇന്റലിജൻസ് ബ്രാഞ്ചുകളിൽ നിന്നും പീഡനത്തിനും പട്ടിണിക്കും വധശിക്ഷയ്ക്കും ഇരയായവരുടെ 300 മുതൽ 600 വരെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ഇവിടുത്തെ വലിയ കുഴികളിൽ കൊണ്ടുവന്ന് തള്ളും. പറയുന്നത് കെട്ടുകഥകളോ നാസി ഭരണകൂടത്തിന് കീഴിൽ സംഭവിച്ച ക്രൂരതകളോ അല്ല. സിറിയയിൽ ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് കീഴിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ്. അസദിന്റെ ഭരണത്തിന് കീഴിൽ കൊല്ലപ്പെട്ട 10,000-കണക്കിന് ആളുകളുടെ മൃതദേഹങ്ങളാണ് ദമാസ്കസിന് തെക്കുഭാഗത്തായുള്ള കുന്നുകൾക്കിടയിലുള്ള വയലിൽ നിന്നും കണ്ടെത്തിയത്. അസദിന്റെ ഭരണത്തിന് കീഴിൽ ക്രൂരമായ പീഡനങ്ങളാണ് ഇവിടെ അരങ്ങേറിയിരുന്നത്. സുന്നി മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് നിഷ്കരുണം ജയിലിലടയ്ക്കുകയോ പീഡിപ്പിക്കുകയോ എന്നത് അസദിനെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായൊരു വിനോദം പോലെയായിരുന്നു. സിറിയയിൽ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ജയിലിൽ പോകാത്തവർ വിരളമായിരുന്നു. എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന കണക്കുകൾ പോലും ആരുടെയും കൈവശമില്ല. അസദിനെ പുറത്താക്കിയതോടെ സിറിയയിലെ താമസക്കാരും ഫോറൻസിക് സംഘങ്ങളും അന്തർദേശീയ ഗ്രൂപ്പുകളും മരിച്ചവരെ കണ്ടെത്തുവാനുള്ള വർഷങ്ങളോളം നീണ്ട ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നജ്ഹ പട്ടണത്തിലുള്ള ഈ സൈറ്റിൽ മാത്രം 10,000-കണക്കിന് മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിരിക്കുന്നത്. എത്ര മൃതദേഹങ്ങൾ അവിടെ അവശേഷിക്കുന്നുവെന്നോ അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്തുവെന്നോ ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ മുഴുവൻ മനുഷ്യന്റെ നട്ടെല്ലിൽ നിന്നുള്ള ചില കശേരുക്കളും തുടയെല്ലിന്റെ ശകലങ്ങളും ഉൾപ്പെടെയുള്ള അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അസദിന്റെ നേതൃത്വത്തിൽ 2011 ആരംഭിച്ച സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിലെ കൂട്ടക്കുഴിമാടങ്ങളുടെ വലുപ്പം നിരീക്ഷിക്കുവാനും കണക്കാക്കുവാനും കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയും സിറിയ എമർജൻസി ടാസ്ക് ഫോഴ്സും നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായം തേടുകയാണ്. അസദിന്റെ ജയിലുകളിൽ എത്തിപ്പെട്ട 1,50,000-ലധികം സിറിയക്കാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഭൂരിഭാഗം പേരും രാജ്യത്തുടനീളമുള്ള കൂട്ടക്കുഴിമാടങ്ങളിലാണെന്നാണ് കരുതപ്പെടുന്നത്. അസദിന്റെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളും നടത്തുന്ന ജയിലുകളും പീഡനമുറകളാലും കൂട്ടവധശിക്ഷകളാലും പട്ടിണി മരണങ്ങളാലും കുപ്രസിദ്ധമാണ്. രാജ്യത്ത് കുറഞ്ഞത് 13 കൂട്ട ശവക്കുഴികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. 2013 മുതൽ 1,00,000-ലധികം ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തതായാണ് അനൌദ്യോഗിക കണക്കുകൾ. ഞങ്ങൾക്കിനിയും ഈ കൂട്ടക്കുഴിമാടങ്ങൾ തുറക്കാൻ കഴിയില്ല. ആളുകളെ തിരിച്ചറിയുന്നതിന് മുമ്പ് മൃതദേഹങ്ങൾ രേഖപ്പെടുത്തുകയും സാമ്പിളുകൾ എടുക്കുകയും കോഡുകൾ നൽകുകയും ചെയ്യുക എന്നത് വലിയൊരു ദൗത്യമാണെന്നും അസോസിയേറ്റഡ് പ്രസ് നടത്തിയ ഇന്റർവ്യൂവിൽ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ദമാസ്കസിലും അലപ്പോ, ഹോംസ്, ഹാമ തുടങ്ങിയ നഗരങ്ങളിലുമായി മരണം കാത്തുകിടക്കുന്ന 1000-കണക്കിന് തടവുകാരെയാണ് അസദിനെ പുറത്താക്കിയതിലൂടെ വിമതർ സ്വതന്ത്രരാക്കിയത്.